കളിമുറ്റത്ത് ആകെ നിശബ്ദത. തോൽവിയുടെ ഭാരത്താൽ ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്നു വിതുമ്പുന്ന ബ്രസീലിയൻ മാന്ത്രികൻ. ഒടുവിൽ 6ാം ലോകകപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലെത്തി കിരീടമില്ലാതെ കാനറികൾ മടങ്ങുമ്പോൾ ഫുട്ബോൾ ലോകത്തെയാകെ കണ്ണീരിലാഴ്ത്തി ആ പ്രഖ്യാപനമെത്തി. ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ പടിയിറങ്ങുന്നു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ 1-2 ഗോളുകൾക്ക് നോർവേയോട് തോറ്റാണ് ബ്രസീൽ പുറത്തായത്. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച നെയ്മർ ബ്രസീലിനായി പോരാടിയെങ്കിലും ഫലം കണ്ടില്ല. അവസാന വിസിൽ മുഴങ്ങിയതോടെ നിയന്ത്രണം വിട്ടുകറിഞ്ഞ നെയ്മറെ സഹതാരങ്ങൾ ചേർന്നാണ് ഗ്രൗണ്ടിൽ നിന്നും എഴുന്നേൽപ്പിച്ചത്. മത്സരശേഷം വികാര നിർഭരമായ വാക്കുകളോടെയായിരുന്നു 34-കാരനായ നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനം. ഞാൻ പരമാവധി ശ്രമിച്ചു. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് എൻ്റെ കരിയറിലെ എല്ലാം തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ ഞാനിത് അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് നൗ ഓവർ എന്നായിരുന്നു സുൽത്താന്റെ വിടവാങ്ങൽ കുറിപ്പ്. 130 അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് നെയ്മർ പോരിനിറങ്ങിയത്. 2010 നെയ്മറിന്റെ അരങ്ങേറ്റം. 2012 ഒളിമ്പിക്സ് വെള്ളി, 2016 ഒളിമ്പിക്സ് സ്വർണവും നേടാൻ ബ്രസീലിനെ മുന്നിൽ നിന്നും നയിച്ചത് ഈ ഇതിഹാസ താരമായിരുന്നു. 2023 ഒക്ടോബറിലേറ്റ കരിയറിലെ മാരകമായ പരിക്കിന് ശേഷം നീണ്ട 2 വർഷവും 8 മാസവും കഴിഞ്ഞാണ് നെയ്മർ ടീമിലേക്ക് തിരിച്ചെത്തിയത്. ഈ ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെയും നോർവേക്കെതിരെയും പകരക്കാരന്റെ റോളിലാണ് താരം കളത്തിലിറങ്ങിയത്. 4 ലോകകപ്പുകളിൽ ബ്രസീലിനായി ബൂട്ട് കെട്ടിയ താരം 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളോടെ ബ്രസീലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായാണ് മടങ്ങുന്നത്. പെലെയും റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും വാണരുളുന്ന ആ മഞ്ഞക്കുപ്പായത്തിന്റെ പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാതെയാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലം നെയ്മർ കാത്തു സൂക്ഷിച്ചത്. സാന്റോസിൽ തുടങ്ങി ബാഴ്സലോണയിലും PSG-യിലുമൊക്കെയായി ലോകം കീഴടക്കിയപ്പോഴും കാനറി ജേഴ്സിയിലുള്ള നെയ്മറുടെ കളി കാണാനായിരുന്നു ആരാധകർക്ക് ഏറെ ഇഷ്ടം. പരിക്കുകൾ കരിയറിനെ വേട്ടയാടിയപ്പോഴും ഫീനിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം ഓരോ തവണയും ശക്തമായി തിരിച്ചു വന്നു. 2016 ബ്രസീലിനെ ഒളിമ്പിക് സ്വർണത്തിലേക്ക് നയിച്ച നായകന് പക്ഷേ ഒരു ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് മടക്കം. കളിക്കളത്തിലെ ആ മാന്ത്രിക ചുവടുകൾ ഇനി കാനറി ജേഴ്സിയിൽ ഉണ്ടാകില്ലെങ്കിലും കാൽപന്ത് കളി അവശേഷിക്കുന്നിടത്തോളം കാലം ഈ 10ാം നമ്പറുകാരൻ ആരാധക ഹൃദയങ്ങളിൽ സുൽത്താനായി വാഴും.